നമ്മുടെ സംസ്ഥാനത്തിന് തീരാ ദുഃഖം വരുത്തിവെച്ചുകൊണ്ട് 2 വർഷം മുൻപ് നടന്ന വയനാട് ദുരന്തം അത് വീണ്ടും ഓർക്കുകയാണ് കേരളം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് 2 വർഷം തികയുമ്പോൾ അതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് വലിയ ചർച്ചയാവുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവർ ഒന്നുമില്ലാത്തവരായി ഒരിക്കലും മാറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും കേരളവും അതുപോലെ സന്നദ്ധ സംഘടനകളുമെല്ലാം വയനാട്ടിൽ വന്ന് കൈകോർക്കുന്നത് തുടരുകയാണ്. ഇപ്പോഴിതാ 2 വർഷം കഴിയുമ്പോൾ മന്ത്രിസഭ മാറി പുതിയ മന്ത്രിസഭ വന്ന കേരളത്തിൽ പഴയ മുഖ്യമന്ത്രി ചില തട്ടിക്കൂട്ട് കണക്കുമായി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച. അതായത് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പുതിയ വി.ഡി. സതീശൻ സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പല ചോദ്യങ്ങളും ഇപ്പോൾ ചോദിക്കുന്നത്. അതുപോലെ പിണറായി വിജയൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മറുപടിയായി കേരളവും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അതായത് വയനാട് ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഇഴയുന്നതും അതിൽ ഏകോപനമില്ലായ്മയുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പിണറായി വിജയൻ വി.ഡി. സതീശൻ സർക്കാരിനെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. ദുരന്തബാധിതരെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല എന്നും തള്ളിപ്പറയില്ല എന്നുമുള്ള ഉറച്ച നിലപാടോടെയാണ് LDF സർക്കാർ ടൗൺഷിപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് എന്നും അധികാരമൊഴിയുമ്പോൾ ആകെ 410 വീട് കൊടുക്കാമെന്നും പറഞ്ഞ് അതിൽ 308 വീടുകളുടെ വാർപ്പ് പൂർത്തിയാക്കിയിരുന്നുവെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ പ്രവർത്തനങ്ങളുടെ വേഗത താളം തെറ്റിയെന്നും ആകെ 70 ദിവസം കഴിഞ്ഞ സർക്കാർ അത്രയും പിന്നിട്ടിട്ടും പൂർത്തിയാക്കിയത് വെറും 9 വീടുകളുടെ വാർപ്പ് മാത്രമാണെന്നും ഒക്കെ പറയുകയാണ് പിണറായി വിജയൻ. നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി എത്രയും വേഗം ഈ സുരക്ഷിതമായ വീട് ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് പിണറായി വിജയൻ ആവശ്യപ്പെടുന്നത്. പിണറായി വിജയൻ്റെ ഈ വാക്കുകൾ കേട്ടതോടുകൂടി ഇപ്പോൾ ഇത് കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു. കാരണം വയനാടിൽ നടന്ന ഏറ്റവും വലിയ അഴിമതിയുടെ രഹസ്യങ്ങളാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അതായത് സംഭവം നടന്ന് 2 വർഷക്കാലമാകുമ്പോഴാണ് ചില വീടുകൾ സർക്കാർ ഒപ്പിച്ചത് പിണറായി വിജയൻ്റെ കാലത്ത്. അതാണ് എങ്കിൽ ചോർച്ചയാണ്. മന്ത്രി രാജൻ പോയി ആ ചോർച്ച അടച്ചതൊക്കെ വലിയ വാർത്തയായതും നമ്മൾ കണ്ടതാണ്. ആ സംഭവത്തിൻ്റെ ഉത്തരവാദിയാണ് ഇപ്പോൾ വെറും 2 മാസം പോലും പ്രായമാകാത്ത ഒരു സർക്കാരിനെ ഇത്തരത്തിൽ വിമർശിക്കുന്നത്. പിണറായി വിജയൻ കൊടുത്ത വീടിൻ്റെ അവസ്ഥ മാത്രമല്ല, തട്ടിപ്പ് കൂടി ജനങ്ങൾ ഇതിലൂടെ അറിയുകയാണ്. അതായത് വയനാടിൽ കൊടുക്കാമെന്ന് സർക്കാർ ഏറ്റ വീടിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 410 ആ 410 വീട് കൊടുക്കണമെങ്കിൽ ഒന്നിന് എല്ലാം കഴിഞ്ഞ് 25 ലക്ഷം രൂപ വച്ചാൽ തന്നെ 102 കോടി രൂപ മാത്രമേ ആകുന്നുള്ളൂ. പിന്നീട് സർക്കാരിൻ്റെ സ്ഥലമായതുകൊണ്ട് കൂടുതലൊന്നും അവിടെ ഏറ്റെടുക്കാനില്ല. എങ്കിലും അതിലൊക്കെ ഉൾപ്പെടുത്തി റോഡ് ഏറ്റെടുക്കൽ, ഉദ്യാനം, പാർക്ക്, കളിസ്ഥലം, കുളങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അതൊക്കെ വേണ്ടി വന്നാൽ തന്നെ ഒരു 50 കോടി ചിലവാകും എന്നുറപ്പാണ്. അങ്ങനെ എല്ലാം ചേർത്താൽ ഒരു 150-155 കോടി രൂപ. അങ്ങനെയുള്ള സ്ഥലത്താണ് 299 കോടി രൂപ ഒരു ടെൻഡർ പോലും വിളിക്കാതെ മുഖ്യമന്ത്രിയുടെ ബിനാമി കമ്പനി എന്നെല്ലാവരും പറയുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നത്. ആ 299 കോടിയിൽ നിന്ന് 150-155 കോടി രൂപ പോയാൽ ബാക്കി വരുന്ന 140 കോടിയിലേറെ രൂപ എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ഒന്നടങ്കം ചോദിക്കുന്നത്. കാരണം ഇത് മുഖ്യമന്ത്രിയുടെയോ ഇവിടെ കേരളത്തിൻ്റെയോ മാത്രം പണമല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിൻ്റെ അവസ്ഥ കണ്ട് ദുരിതം കണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ പണമാണ്. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി, എല്ലാവരും നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി കൊടുത്തതാണ്. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ പോലും 20 കോടി രൂപയാണ് അന്ന് കൊടുത്തത്. ഇതൊക്കെ 1 വർഷത്തിലേറെ ഖജനാവിൽ സൂക്ഷിച്ചു എന്ന പേരിൽ വയനാട്ടിലേക്കൊന്നും കൊടുത്തിട്ടില്ല. ബാക്കി 750 കോടി ആകെ വന്നതിൽ വെറും 299 കോടി രൂപ മാത്രമാണ് ഊരാളുങ്കലിന് കൊടുത്തത്. ആ 299 കോടി കൊടുത്തതിൽ തന്നെ 150 കോടി മാത്രമേ ചെലവാകുന്നുള്ളൂ. ബാക്കി ഈ തട്ടിച്ചെടുത്തതും അതുപോലെ ഖജനാവിൽ ബാക്കി ഉണ്ടാകേണ്ടതുമായ പണം എവിടെ എന്നുള്ള ചർച്ചയാണ് പിണറായി വിജയൻ്റെ ഈ വിമർശനം കൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ചോദ്യങ്ങളാണ് ഇനി കേരളം മുഴുവൻ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, 2 കൊല്ലം കൊണ്ട് കോടികൾ മുക്കിയ, യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടുന്ന വീടുകൾ പോലും കൊടുക്കാത്ത ഒരു സർക്കാരിൻ്റെ തലവൻ 2 മാസം പോലും ആകാത്ത ഒരു കുഞ്ഞു സർക്കാരിനെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ടതായിരുന്നു,
തൻ്റെ കളവും തൻ്റെ തട്ടിപ്പും പുറത്തു വരും എന്നുള്ള കാര്യം.